മൂന്നാമത്തെ കാര്യം തഹ്സീലുൽ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ വിജ്ഞാനം കരസ്ഥമാക്കുക. സമാധാനം ലഭ്യമാവുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ദീന് പഠിക്കാൻ ശ്രമിക്കുക, സതുപദേശങ്ങൾ കേൾക്കുക. നമ്മൾ റീലൊക്കെ നോക്കുന്ന ഇടയിൽ നല്ലൊരു ഉപദേശങ്ങളോ നല്ലൊരു പ്രഭാഷണമൊക്കെ ഉണ്ടായാൽ നമ്മളതിങ്ങനെ ഒറ്റടിക്ക് നീക്കും. ഇനി അഥവാ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ തന്തവൈബ് എന്നാണ് പറയും. നമുക്കത് ആവശ്യമില്ല, നമ്മൾ റോൾ ചെയ്തു പോവാണ്. സതുപദേശങ്ങൾ കേൾക്കൽ മനുഷ്യന് മനസ്സിന് ശാന്തി നൽകും. നമ്മൾ വിചാരിക്കുന്നത് ഹാവഭാവങ്ങളിലാണ് നമുക്ക് സമാധാനം എന്നാണ്, കോലം കെട്ടലുകളിലാണ് സമാധാനം എന്നാണ്, കാട്ടിക്കൂട്ടലുകളിലാണ് സമാധാനം എന്ന് നമ്മൾ ധരിച്ചു പോവാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള റീലാണ് നോക്കുന്നത്, അതിനനുസരിച്ചുള്ള മ്യൂസിക്കാണ് നോക്കുന്നത്, അതിനനുസരിച്ചുള്ള ഫണ്ണി എന്റർടൈൻമെന്റുകളാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ അതൊരു മനുഷ്യന്റെ ഹൃദയത്തെ പിടിച്ചു നിർത്താൻ പര്യാപ്തമായൊരു കാര്യമല്ല. അതുകൊണ്ട് ഒരായത്തൊരു ദിവസം പഠിക്കുക, ഒരു ഹദീസ് പഠിക്കുക. നിങ്ങൾ പഠിച്ചു നോക്ക്, അന്നത്തെ ദിവസം റാഹത്തുണ്ടാവും, സന്തോഷമുണ്ടാവും, സമാധാനമുണ്ടാവും. ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ സമാധാനം നിലകൊള്ളുന്നത് അള്ളാഹുവിലും റസൂലിലുമാണ്, അള്ളാഹുവിലും റസൂലിലുമാണ്. അപ്പൊ ദിക്റുകൾ നമുക്ക് സമാധാനം നൽകുന്നത് പോലെ ഉപകാരപ്രദമായ വിജ്ഞാനങ്ങളും നമുക്ക് സമാധാനം നൽകും. സമാധാനം നൽകാൻ കുറുക്കുവഴികളില്ല. കുറുക്കുവഴികൾ തേടുന്നവരാണ് ഇപ്പോ ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പറഞ്ഞ് കുറുക്കുവഴി തേടിയ മനുഷ്യരാണ്. അവർക്ക് അതിൽ മതവിശ്വാസികളുമുണ്ട്. കാരണം മതം അവർക്കൊരു ആചാരമാണ്. തിന്മയിൽ നിന്ന് അവരെ പിടിച്ചു നിർത്തുന്ന നോ എന്ന് അസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അവർക്ക് മതം എന്ന് പറയുന്നത്. ഇല്ല, 10-20 കള്ളുകുടിയന്മാരുടെ ഇടയിൽ പോയാൽ നോ എന്ന് പറയാനുള്ള ധൈര്യമില്ല, അതാണ് വിശ്വാസം. കൂടെ കൂടുന്നതല്ല. ചില സമയത്ത് നോ എന്ന് പറയാനുള്ള ധൈര്യം വിശ്വാസികൾക്ക് ഉണ്ടാവണം. അങ്ങനെ നമ്മുടെ വിശ്വാസം അയാൾക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ആ വിഷയത്തിലേക്കല്ല പോകും. അപ്പൊ യഥാർത്ഥത്തിൽ കുറുക്കുവഴികളില്ലാതെ സമാധാനം നേടണമെങ്കിൽ ദീന് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം, സതുപദേശങ്ങൾ കേൾക്കണം. അതല്ല, എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ പള്ളിയിലേക്ക് ഓടി വരാറുണ്ട് സഹാബികൾ. നബിയോട് എന്നിട്ട് പറയും, നബിയെ ഉപദേശിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ വരുന്ന ആളുടെ സ്വഭാവം ആർക്കറിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയും. അപ്പൊ ചില ആളോട് ലാ തഗ്ളം, എടുത്തു ചാടരുത്, പ്രഷർ ഉപയോഗിക്കരുത്, ദേഷ്യപ്പെടരുത്. വന്ന ആള് ദേഷ്യമുള്ള ആളായിരുന്നു. നിസ്കാരത്തിൽ അല്പം പിന്നിലായ ഒരാളാണെങ്കിൽ നിസ്കരിക്കൂ എന്ന് പറയും, സുജൂദ് അധികരിപ്പിക്കൂ എന്ന് പറയും. അതൊക്കെ സമാധാനം അവർക്ക്. ഇപ്പൊ സമാധാനം സതുപദേശങ്ങൾക്ക്, ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾക്ക് സമാധാനം നൽകാൻ കഴിയും.